മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പി.എ. ആയിരുന്ന എ. സുരേഷ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം സ്ഥിരീകരിക്കാതെ ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പൻ. എ. സുരേഷ് അടക്കമുള്ളവർ പാർട്ടിയിൽ വന്നാൽ സ്വീകരിക്കുമെന്ന തങ്കപ്പൻ. കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് കെ.പി.സി.സിയാണ്. മലമ്പുഴയിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തും. എ. സുരേഷിനായുള്ള കെ.പി.സി.സിയുടെ നീക്കത്തിൽ ഡി.സി.സിയോട് അഭിപ്രായം തേടിയിട്ടില്ലെന്ന് എ. തങ്കപ്പൻ വാർത്താലേഖകരോട് പറഞ്ഞു. കോൺഗ്രസിലെ അസംബ്ലി സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയല്ല. അത് കെ.പി.സി.സിയിൽ അങ്ങനെ ഒരു കമ്മിറ്റിയുണ്ട്, സ്ക്രീനിങ് കമ്മിറ്റിയുണ്ട്, ഒരു പ്രത്യേക സമിതികളൊക്കെ ഉണ്ട്. അവരാണ് ഓരോ നിയോജകമണ്ഡലം ഉചിതമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും നിശ്ചയിക്കുകയും ചെയ്യുന്ന കെ.പി.സി.സിയുടെ സമിതിയാണ്. പക്ഷേ അവരഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് ചോദിക്കാറുണ്ട്. ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കും. ഇല്ല, ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ഓരോ അസംബ്ലികളിലും അവർ തീരുമാനിക്കും. അവർക്ക് എല്ലാ സംവിധാനം പാർട്ടിയിലുണ്ട്. ആ പാർട്ടിയുടെ സംവിധാനം ഉപയോഗിച്ച് ആരൊക്കെയാണ് വിജയസാധ്യത എന്ന്, ആരൊക്കെ, പിന്നെ ഓരോ ആളുകളും ഈ പാർട്ടിയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വിജയിക്കാൻ യു.ഡി.എഫ് സാധ്യതയുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വരുന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിനനുസരിച്ച് പാർട്ടി വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. അത് അംഗീകരിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നൽകി ആരെ നിർത്തിയാലും അവരെ നിർത്തിയാലും ആ പാർട്ടി ജയിക്കാൻ സാധ്യതയുള്ളവരെ നിർത്തുക, അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. മലമ്പുഴ പറഞ്ഞ ഞങ്ങളുടെ ഒരു ഷോർ മണ്ഡലമൊന്നുമല്ലല്ലോ. ഇപ്പോൾ സത്യത്തിൽ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നേരത്തെ അസംബ്ലിയിൽ ഞങ്ങൾ 3ാം പൊസിഷനിൽ നിന്നാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ CPM കഴിഞ്ഞ സെക്കൻഡ് പാർട്ടി കോൺഗ്രസ് ആണ്, UDF ആണ്. അപ്പോൾ ആരാവട്ടെ പാർട്ടി കണ്ടെത്തി കാണും ഉണ്ടെങ്കിൽ അത് 100% അത് ഉൾക്കൊള്ളും മുന്നോട്ട് പോകും. അതാണ് പാർട്ടിയുടെ കടമ. ആര് വന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഉചിതമായിട്ടുള്ള നല്ല ആളുകളെ കണ്ടെത്താൻ ആണ് സമിതി കോൺഗ്രസിൻ്റെ. അവർ തീരുമാനിക്കും ആരാ ഫിറ്റ്. അവർ തീരുമാനിച്ച് ഇന്ന ആളാണെങ്കിൽ ആരെ വന്നാലും ഈ പാർട്ടിക്ക് ആൾ വരുന്നത് സന്തോഷമുള്ളൂ. ആര് വന്നാലും വിരോധമില്ല. ഞാൻ എന്തായാലും സമീപിച്ചിട്ടില്ല. പാർട്ടിക്കാർ അവർ കെ.പി.സി.സിയുടെ നേതൃത്വത്തിൻ്റെ സമിതിയൊക്കെ ഉണ്ട്. അവർ കണ്ടെത്തി ഇന്ന ആളെ തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് അത് ചെയ്യും. സുരേഷ് വരികയാണെങ്കിൽ സ്വീകരിക്കും. ആരെ വന്നാലും ഈ പാർട്ടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ പാർട്ടിക്ക് വരണമെങ്കിൽ ഈ പാർട്ടിയുടെ വിജയമൊക്കെ സാധ്യത കണ്ടിട്ടാണല്ലോ വരും, അല്ലെങ്കിൽ ആരും വരെ തയ്യാറാവില്ലല്ലോ. സുരേഷിനെ മത്സരിപ്പിക്കുന്നതിൽ എതിർപ്പില്ല. പാർട്ടിയിലേക്ക് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറെക്കാലമായി CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് സുരേഷ്. CPM പി സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ സുരേഷ് പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. VS-ഉമായി ഏറെ അടുത്ത ബന്ധമുണ്ടായിരുന്ന സുരേഷിനെ CPM തിരഞ്ഞെടുത്തിരുന്നില്ല. പാർട്ടിയിലെ VS പിണറായി വിഭാഗീയതയ്ക്കിടെ പാർട്ടി വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തിയെന്നായിരുന്നു സുരേഷിനെതിരായ കുറ്റം. വിദേശത്ത് ജോലിക്കായി ചെന്നെങ്കിലും അത് തുടരാതെ നാട്ടിൽ തിരിച്ചെത്തിയ സുരേഷ് പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് നിർത്തിയിരുന്നില്ല. ഡിവൈഎഫ്ഐയിലൂടെയാണ് CPM-ലെത്തിയത്. NN കൃഷ്ണദാസ്, എ. പ്രഭാകരൻ തുടങ്ങിയവരുമായി ഇപ്പോഴും അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് സുരേഷ്. മലമ്പുഴയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാനായാൽ പ്രഭാകരനെ പരാജയപ്പെടുത്താനാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. BJP 2ാം സ്ഥാനത്തായ മണ്ഡലത്തിൽ എന്നാലത് അവർക്ക് ഗുണകരമായേക്കുമോ എന്ന ആശങ്കയുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.